ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ 16-ാം വയസ്സിൽ നിങ്ങളുടെ അപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം ട്രെൻഡ് ആയിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു കോൺസ്പിറസി തിയറി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ ടോപ്പിക് എടുത്ത് നിങ്ങൾ നിങ്ങളുടെ റൂമിലിരുന്ന് ചെറിയ ബ്ലെൻഡറിനകത്ത് അതും ഇതൊക്കെ ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അതാണെങ്കിലും അങ്ങ് കത്തിക്കേറി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ വീണ്ടും കുറേ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. എല്ലാം ഒന്നിനൊന്ന് ഹിറ്റ്. 4 years ഡൗൺ ദ ലൈൻ 4 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ 20-ാമത്തെ വയസ്സിൽ ഹോളിവുഡിലെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ് നമുക്കിതിനൊരു ഫീച്ചർ ഫിലിമായിട്ട് ഒരു സിനിമയായിട്ട് എടുക്കാം, നീ ഇത് ഹാൻഡിൽ ചെയ്യും, നീ ഇത് ഡയറക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞൊരു 20 വയസ്സുകാരൻ പയ്യൻ്റെ കയ്യിൽ $15 million ഒരു പ്രോജക്റ്റ് കൊടുത്തൊരു കഥയുണ്ട്. ഇതിനേക്കാളും കിടിലിന് ഒരു ക്രിയേറ്റർ സക്സസ് സ്റ്റോറി ഞാൻ ഇതിനു മുമ്പൊന്നും കേട്ടിട്ടില്ല. സോ പറഞ്ഞു വരുന്നത് 2026 പുറത്തിറങ്ങാൻ പോകുന്ന A24 ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ബാക്ക് റൂംസിനെ പറ്റിയാണ്. ഇതിനെല്ലാം തുടക്കം അങ്ങ് 2019 4chan എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് ബേസിക്കലി ഒരു അനോണിമസ് ആയിട്ട് ഇമേജസ് എല്ലാം ഷെയർ ചെയ്ത് നമുക്ക് ത്രെഡ്സും ഡിസ്കഷൻ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിലൊരു ത്രെഡായിരുന്നു പോസ്റ്റ് ഇമേജസ് ദാറ്റ് മേക്ക് യു അൺകംഫർട്ടബിൾ എന്ന് പറയുന്നത്. ആരാണെന്ന് അറിയത്തില്ല, പേരും ഇല്ല, ഊരും ഇല്ല, ഒന്നും ഇല്ലാത്തൊരുത്തൻ ഒരു പോസ്റ്റ് ഇടുന്നു. അതിനകത്ത് പലർക്കും ആ ഒരു ഫോട്ടോ ഒറ്റ നോട്ടത്തിൽ വലിയ പ്രശ്നമൊന്നും ആയിട്ട് തോന്നിയില്ല, നോർമലായിട്ട് തോന്നിയുള്ളൂ. ബട്ട് വെൻ യു ട്രൈ ടു ലുക്ക് ഡീപ്പ് ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ ഫോട്ടോ, അവിടെ പലർക്കും ഒരു അൺകംഫർട്ടബിൾ ഫീലിംഗ് വന്നു. കാഴ്ചയിൽ ഒരു ഓഫീസ് റൂം പോലെ, എന്നാൽ എവിടെയും വിൻഡോസ് ഇല്ല, ഡോർസ് ഇല്ല, ചുറ്റും ഡിം ലൈറ്റ്സ്, പേൽ യെല്ലോ, പുറം ലോകമായിട്ട് പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു കൈൻഡ് ഓഫ് ഫോട്ടോ. ആ ഫോട്ടോ കണ്ട പലർക്കും ക്ലോസ്ട്രോഫോബിയ വരെ തോന്നിപ്പോയി. അവിടെയും തീർന്നില്ല, ഫോട്ടോ മാത്രമല്ല അതിൻ്റെ താഴെയായിട്ടൊരു നോട്ടും ഉണ്ടായിരുന്നു. അതിങ്ങനെയായിരുന്നു: If you're not careful and you knock the part of reality in the wrong areas, you'll end up in the back rooms, where it's nothing but the stink of old moist carpet, the madness of mono yellow, the endless background noise of fluorescent lights at maximum humbus, and approximately 600 million square miles of randomly segmented empty rooms to be trapped in. God save you if you hear something wandering around nearby, because it sure as hell has heard you. ഇതുപോലെ വല്ലാത്തൊരു അടിക്കുറിപ്പോടെയാണ് ഈ ഒരു ഫോട്ടോ ആ ഒരു ത്രെഡിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നത്. ഒട്ടും വൈകിയില്ല, ഇത് പെട്ടെന്ന് തന്നെ വൈറലാവുന്നു. എല്ലാവരും ഇതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നെന്ന് പറയുന്നത് ലിമിനൽ സ്പേസ് എഫക്റ്റ് എന്ന് പറയുന്നൊരു കാര്യമാണ്. അത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ബിസി ആയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം പെട്ടെന്ന് അങ്ങ് നിശബ്ദമായി ആരും ഇല്ലാതായിപ്പോയാൽ നമുക്ക് വരുന്നൊരു അൺഈസി ഫീലിംഗ് ഇല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ എറണാകുളം ലുലു മോളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അല്ലെങ്കിൽ ഒരു ഫുഡ് കോർട്ടിൽ, അതും അല്ലെങ്കിൽ ഒരു വലിയൊരു എയർപോർട്ട് ലോബിയിൽ നിങ്ങൾ മാത്രം ഒറ്റപ്പെട്ടു പോയാലുള്ളൊരു അവസ്ഥയുണ്ടല്ലോ, ഒരു അൺഈസി ഫീലിംഗ് ഇല്ലേ? അതിനാണ് ലിമിനൽ സ്പേസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ലിമൻ എന്നത് ഒരു ലാറ്റിൻ വാക്കാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദ പോയിന്റ് അറ്റ് വിച്ച് എ ഫിസിയോളജിക്കൽ ഓർ എ സൈക്കോളജിക്കൽ എഫക്ട് ബിഗിൻ ടു ബി പ്രൊഡ്യൂസ്ഡ്. COVID-19 പാൻഡമിക്കും ആ ഒരു ലോക്ക്ഡൌണും ആ ഐസൊലേഷനും ആൾക്കാർക്കിടയിൽ ഈ ഒരു ലിമിനൽ സ്പേസിനെ ട്രിഗർ ചെയ്യാൻ കാരണമായിട്ടുണ്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈമിൽ ദ ലിമിനൽ സ്പേസ് ഇറ്റ്സെൽഫ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡേഞ്ചറസ്. അതിനെ നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, ആ നമ്മുടെ ആ ഒരു പെർസെപ്ഷനാണ് അവിടെ ഡേഞ്ചറസ് ആയിട്ട് മാറുക. ഇനിമീസ് അതെന്തെങ്കിലും ആവട്ടെ, ഇതങ്ങ് കത്തിക്കേറി ഓരോരുത്തരും ഓരോ രീതിയിൽ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി. മിത്സ് ആയിട്ടും റൈറ്റപ്പ് ആയിട്ടും കോൺസ്പിറസീസ് ആയിട്ടും എന്നും പറഞ്ഞ് അതിന്റെ ലോർ ഇങ്ങനെ വലുതാവാൻ വേണ്ടി തുടങ്ങി. ചെറിയൊരു മഞ്ഞ റൂമിൽ നിന്നും അത് വലിയൊരു യൂണിവേഴ്സ് ആയിട്ട് മാറുന്നു. എന്താണെന്നറിയാത്ത ഡേഞ്ചേഴ്സ് ഉള്ള, ഡിഫറെന്റ് കൈൻഡ് ഓഫ് മോൺസ്റ്റേഴ്സ് ഉള്ള, ക്രീച്ചേഴ്സ് ഉള്ള എന്നിങ്ങനെ പല പല കഥകളായി. അതിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു 16 വയസ്സുള്ള ഒരു പയ്യൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ. അവൻ ആ ബാക്ക് റൂംസിനെ ശരിക്കുള്ളൊരു ഫൗണ്ട് ഫൂട്ടേജ് വീഡിയോ പോലെ ബ്ലെൻഡറിൽ സെറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മൾ വിശ്വസിച്ചു പോകും, അതുപോലെയാണ് അവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അധികം വൈകിയില്ല, അതും വൈറലാവുന്നു, മില്യൺസ് വ്യൂസ് അടിക്കുകയാണ്. അവൻ അവിടെ അത് നിർത്താതെ ആ ഒരു സ്റ്റോറീസിന്റെ കണ്ടിന്യൂഷൻ പോലെ വീണ്ടും കുറെ വീഡിയോസ് ഇതേപോലെ ചെയ്തുണ്ടാക്കി. അവൻ ആ ഒരു ലോറിൽ വേറൊരു സ്റ്റോറി ബിൽഡ് ചെയ്തു. കോൺസ്പിറസി തിയറീസും കമ്പനീസും അവിടെയുള്ള കുറെ എക്സ്പെരിമെന്റ്സും അതും ഇതെന്നൊക്കെ പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്തു. അവൻ ചെയ്തത് ആൾറെഡി ഇരിക്കുന്ന ആ ഒരു മിത്തിനെ അങ്ങനെ കാണിക്കുമല്ല, അവൻ അതിൽ നിന്ന് വേറൊരു മിത്തോളജി ഉണ്ടാക്കി. ദി ഡിമെൻഷൻ ബ്ലേഡ്, എൻറ്റിറ്റീസ്, ഏസിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ ആ സ്റ്റോറി വേറെ ലെവലിലോട്ട് എത്തിച്ച്. അങ്ങനെ ഇരിക്കുകയാണ് ഇതുപോലെയുള്ള കിറുക്കം പടങ്ങൾ എടുക്കുന്ന A24 പ്രൊഡക്ഷൻ ഹൗസ് ഇത് കാണാനിടയാവുകയും ഇത് സിനിമയാക്കണം എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയിൽ ഹ്യൂമൻസ് ഇല്ല, അല്ലെങ്കിൽ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ഇല്ല, നമുക്ക് സ്റ്റോറി ഫോളോ ചെയ്യാനൊന്നുമില്ല. ആ ഒരു സ്പേസ് ആണ് ആക്ച്വലി ക്യാരക്ടർ. പക്ഷെ ഒരു ഫീച്ചർ ഫിലിം ആയിട്ട് വരുന്ന സമയത്ത് ഓഡിയൻസിന് ആ ഒരു യെല്ലോ ഹോളിലൂടെ ഫോളോ ചെയ്യാൻ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വേണം. അങ്ങനെയാണ് നമ്മൾ ട്രെയിലറിൽ കണ്ട ആ ഒരു 2 ക്യാരക്ടേഴ്സിനെ അവൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഐഡിയ എടുത്ത് വേറെ ആരെങ്കിലും കൊണ്ട് അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവനാണ് ഈ ബാക്ക് റൂംസിനെ പറ്റി കൂടുതൽ അറിയുന്നത്. ഹി അണ്ടർസ്റ്റാൻഡ് ബാക്ക് റൂംസ് മോർ ദാൻ എനിവൺ. അല്ലെങ്കിൽ അവനാണ് അതിൻ്റെ വിഷ്വൽ ലാംഗ്വേജും സൗണ്ട് ലാംഗ്വേജും അറിയുന്നത്. ബിക്കോസ് അത് രണ്ടുമാണ് ബാക്ക് റൂംസിനെ ബാക്ക് റൂംസ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ അങ്ങനെ അവർ തീരുമാനിക്കുന്നു ഇതുപോലൊരു ഓസ്കാർ കാസ്റ്റിനെയും കിണ്ണൻ ടീമിൻ്റെയും ഈ ഒരു $50 million പ്രോജക്റ്റും അതിലെന്ത് വേണം വേണ്ട എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ സേ ഉണ്ടല്ലോ, അത് 20 വയസ്സുകാരൻ പയ്യൻ്റെ കയ്യിൽ അവർ കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആൻഡ് അവനാണ് മുമ്പ് പറഞ്ഞ ചെറുക്കൻ കെയ്ൻ പാർസൺസ്. കെയ്ൻ അവൻ്റെ ബെഡ്റൂമിൽ തുടങ്ങിയൊരു റാൻഡം ഹൊറർ പ്രോജക്റ്റ് ആയിരിക്കാം ബാക്ക് റൂംസ്. എന്നാൽ ഇന്ന് A24 ചരിത്രത്തിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ടാണ് അവനെ മാറ്റിയേക്കുന്നത്. അത് മാത്രമല്ല, ഒരു റാൻഡം ആയിട്ടുണ്ടായിരുന്ന ഒരു പോസ്റ്റിംഗ്
ത്രെഡിൽ തുടങ്ങിയ ഒരു ചെറിയൊരു ഐഡിയ അതിൽ നിന്ന് ഒരു ഷോർട്ട് ഫോം കണ്ടന്റ് ആയിട്ട് മാറുന്നു, അത് പിന്നീട് ഒരു ഫീച്ചർ ഫിലിമായിട്ട് മാറുകയാണ്. സോ ആ ഒരു ലീപ്പ് നിങ്ങൾ കണ്ടോ, അതാണ് ആക്ച്വലി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എനിത്തിങ് ആൻഡ് എവറിത്തിങ് ക്യാൻ ബി സിനിമ, അതാണ് അതിന്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. ബാക്ക് റൂംസ് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ എത്ര കളക്ട് ചെയ്യും, എങ്ങനെ ഉണ്ടാവും എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഈ ഒരു സിനിമ ഓൺ പേപ്പറിൽ തന്നെ സക്സസ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു റാൻഡം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കിട്ടിയ ഒരു അൺഈസി ഫീലിംഗ് ട്രാൻസെൻസ് ഇൻ ടു എ ഫീച്ചർ ഫിലിം ആൻഡ് ഇറ്റ് സ്റ്റിൽ കീപ്സ് ദാറ്റ് ഫീലിംഗ്. അത് ക്രിയേറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു ഭയങ്കര വലിയൊരു ഫ്രീഡം ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് സക്സസ് ഫോർ മീ. പടം അടുത്ത മാസം മെയ് 29 വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നുണ്ടാവും. ഇന്ത്യയിൽ അത് ഉണ്ടാവുമെന്ന് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ദർ ഇസ് എ ചാൻസ്. ഇതേപോലൊരു ക്രിയേറ്റർ ഉണ്ടാക്കിയ ഒരു ഫിലിമായിരുന്നു അയൺ ലങ് എന്ന് പറയുന്നത്. അതിന് തിയേറ്റർ റിലീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് നാളാണെങ്കിൽ പോലും. സോ സാധ്യതയുണ്ട്. പൊതുവേ PVR ഈ A24 സിനിമകൾ എടുക്കാറുള്ളതാണ്. അപ്പോൾ നോക്കാം, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഒരു സിനിമയെ പറ്റി കുറച്ച് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, അതാ ചെറിയൊരു വീഡിയോ ഇട്ടിട്ട്. പിന്നെ ഇത് കഴിഞ്ഞ പാടെ യൂട്യൂബിൽ പോയി ഇതിൻ്റെ തിയറി ഒന്നും എടുത്ത് നോക്കാൻ നിൽക്കേണ്ട, കാരണം ഇഷ്ടം പോലെയുണ്ട്. നിങ്ങൾ അത്യാവശ്യം ഈ ഒരു സിനിമ കണ്ടിട്ട് അതൊക്കെ പോകുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ കെയിൻ്റെ ചാനലിൽ അവനിട്ട ഒരു ഷോർട്ട് വീഡിയോസും ഈ ഒരു പടം കണ്ട ശേഷം നിങ്ങൾ കണ്ടാൽ മതി. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ പറ്റുവാണെങ്കിൽ തിയേറ്ററിൽ കാണുക, അല്ലെങ്കിൽ OTT വന്നാൽ മിസ് ചെയ്യരുത്. നല്ലൊരു പടമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ബാക്ക് റൂംസ്.